ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉള്ളൊരു ചോദ്യമായിരിക്കും, ഞാനിതിന് ആപ്റ്റ് ആണോ, അവരെന്താണ് എന്നിൽ നിന്ന് നോക്കുന്നത്, വാട്ട് ദ ബോർഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ്. ബോർഡ് ചോദിക്കുന്നത് പബ്ലിക് മണി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിവിൽ സർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് മണി സുരക്ഷിതമാണോ, അത് ഇൻറ്റഗ്രിറ്റിയോടുകൂടിയും സത്യസന്ധതമായും അതിൻ്റെ പ്രോഗ്രാം പ്രോജക്റ്റും സ്കീമും അനുസരിച്ച് അതിൻ്റെ റൂൾ ഓഫ് ലോ അനുസരിച്ച് ആൾക്കാർ വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ ബേട്ടി ബച്ചാവോ ഏത് സ്കീമായാലും സ്റ്റേറ്റിൻ്റെ ആയാലും സെൻട്രലിൻ്റെ ആയാലും പഞ്ചായത്ത് രാജിൻ്റെ ഏത് സ്കീം IAS ഓഫീസർ പബ്ലിക് സെക്ടറിലോ എവിടെ പോയാലും IAS ഓഫീസറോ ഏത് ഓഫീസറായാലും 23 സർവീസ് ഉള്ളതിൽ 23 24 ഏത് ഗവൺമെൻറ് സർവീസിലും ആദ്യമായിട്ട് UPSC നോക്കുന്നത് ഒരു സിവിൽ സർവീസ് സത്യസന്ധനാണോ, അദ്ദേഹം ഓണസ്റ്റ് ആണോ, ബ്ലഫ് ചെയ്യുന്നുണ്ടോ, പറയുന്നത് ഒടിച്ചു വളച്ച് കൊണ്ടുപോകുന്നുണ്ടോ, നേരിട്ട് സത്യസന്ധമായിട്ട് അയാളെ ട്രസ്റ്റ് വർത്തിയായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പം കളക്ട്രേറ്റിലാണെങ്കിൽ എല്ലാവരും പാവപ്പെട്ട ഏത് സമുദായത്തിലുള്ളവരും ഏത് രീതിയിലാണ് ജസ്റ്റിസ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പോലെ സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതുപോലെ ഓരോവിധ പ്രോഗ്രാമിൻ്റെയും ഒബ്ജക്റ്റീവ് അനുസരിച്ച് അതിൻ്റെ ടാർഗറ്റ് അനുസരിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ, കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമോ, അതിന് ഏറ്റവും പ്രധാനം അതിൻ്റേതായ ഗുണഗണങ്ങൾ ഉണ്ടാവണം, ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ്. IASൻ്റെ ക്വാളിറ്റീസ്, സിവിൽ സർവീസിൻ്റെ ക്വാളിറ്റീസ്, ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, OLQ അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് UPSC നോക്കുക. OLQയിൽ ഏറ്റവും പ്രധാനം ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. IAS IFSലായാലും IASലായാലും ഏത് സർവീസിലായാലും ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് വേണം. അത് ബ്യൂറോക്രസീൻ്റെ ക്വാളിറ്റി എന്താ, നിയമം അനുസരിച്ച് ജോലി ചെയ്യും, അത് ശരി. പക്ഷെ നിയമം അനുസരിച്ചാലും കമ്പാഷൻ വേണം, ആൾക്കാർക്ക് ഗുണങ്ങൾ ചെയ്യണം. നിയമമായിട്ടാണെങ്കിലും നിയമത്തിന് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും വേണ്ടി വരും. അതൊക്കെ UPSCൻ്റെ ഇൻ്റർവ്യൂവിൽ നോക്കും.